ഒരു പരമഭക്തൻ അയ്യപ്പസ്വാമിയെ നേരിൽ കണ്ട അനുഭവകഥ. ഏതാണ്ട് 1970കളിലാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മുടെ കഥാനായകൻ അയ്യപ്പസ്വാമിയുടെ പരമഭക്തനായ ഒരു വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം നല്ല രീതിയിൽ ഒരുപാട് ശാഖകളുള്ള ഒരു പണമിടപാട് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിചാരിതമായ ചില ഊഹാപോഹങ്ങൾ സ്ഥാപനത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. അദ്ദേഹം വലിയ കടക്കെണിയിൽപ്പെട്ട് അറസ്റ്റ് വാറണ്ട് വന്നു. അറസ്റ്റുണ്ടായാൽ തറവാട്ടിന് തന്നെ ചീത്തപ്പേര് വരും. അദ്ദേഹം തൻ്റെ പൂജാമുറിയിൽ പോയി അയ്യപ്പസ്വാമിയെ ഉള്ളുരുകി വിളിച്ചു. അയ്യപ്പ, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ പിന്നെ എൻ്റെ അച്ഛൻ ഒരിക്കലും ജീവിച്ചിരിക്കില്ല. എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ ഊഹാപോഹങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. ഇത് അവിടത്തേക്കും അറിയാമല്ലോ. ഞാൻ അവിടുത്തെ അടുത്തേക്ക് 41 ദിവസത്തെ കഠിനവ്രതമെടുത്ത് കാൽനടയായി പമ്പയിൽ നിന്ന് കയ്യിലും കാലിലും ആമം വെച്ചു വരാം. എന്നെ രക്ഷപ്പെടുത്തില്ലേ അയ്യപ്പ? അയ്യപ്പൻ ആ പ്രാർത്ഥന കേട്ടു. ആ രാത്രിയിൽ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിനോട് അയ്യപ്പൻ വന്ന് പറഞ്ഞതുപോലെ തോന്നി. നീ നേരം വെളുക്കുന്നതിന് മുമ്പ് ഗുരുവായൂരിലേക്ക് പോ. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി. അത് പ്രകാരം ആ ഭക്തൻ ഗുരുവായൂരിലേക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അതിശക്തമായി കേസുമായി മുന്നോട്ട് പോയവർ കേസ് പിൻവലിച്ചിരിക്കുന്നു. അയ്യപ്പന് കൊടുത്ത വാക്ക് പാലിക്കാൻ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്ന ഇദ്ദേഹം ആ വർഷം കഠിനമായി 41 ദിവസത്തെ വ്രതമെടുത്ത് വീട്ടിൽ അയ്യപ്പൻ വിളക്ക് കഴിച്ച് കാൽനടയായി തൻ്റെ കൂട്ടുകാരോടൊപ്പം പുറപ്പെട്ടു. ആദ്യ 2 ദിവസത്തെ യാത്ര വലിയ ക്ലേശമൊന്നുമില്ലാതെ കഴിഞ്ഞു. 3-ാം ദിവസം സന്ധ്യയായപ്പോഴേക്കും അവർ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ഏതെങ്കിലും ഒരു അമ്പലമെത്തി ഒന്ന് പായ് വിരിച്ച് കിടന്നാൽ മതി എന്ന ചിന്തയിൽ നടക്കുകയായിരുന്ന അവർ ഒരു അമ്പലത്തിന് മുന്നിലെത്തി. കെട്ടെല്ലാം ഇറക്കി അവർ ഒന്ന് വിശ്രമിക്കാൻ ഇരുന്നതാണ്. അമ്പലത്തിലെ അധികാരികൾ വന്ന് എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു. ഈ രാത്രി ഞങ്ങൾ ഇവിടെ പായ് വിരിച്ചോട്ടെ? പറ്റില്ല, അവർ പറഞ്ഞു. ഇന്നലെ പായ് വിരിച്ചവർ ഇവിടെ മുഴുവൻ വൃത്തികേടാക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് കമ്മിറ്റി എടുത്ത തീരുമാനമാണ് ഇനി ആരെയും പായ് വിരിക്കാൻ അനുവദിക്കേണ്ട എന്ന്. അവർ കുറെ കെഞ്ചി നോക്കി, പക്ഷേ അയാൾ സമ്മതിച്ചില്ല. എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനവും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സമയം കളയാതെ വേഗം പോയാൽ അരമണിക്കൂർ നടന്നാൽ അടുത്ത അമ്പലത്തിലെത്താൻ സാധിക്കും. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അവർ കെട്ടുമെടുത്ത് യാത്രയായി. അരമണിക്കൂർ പോയിട്ട് 1/2 മിനിറ്റ് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതാണ്ട് ഒരു 7 മിനിറ്റ് വേച്ച് നടന്നപ്പോൾ വഴിയിൽ ഒരു വൃദ്ധനെ കണ്ടു. വൃദ്ധനോട് അടുത്തുള്ള അമ്പലത്തിലേക്കുള്ള വഴി ചോദിച്ചു. നേരെ ഏകദേശം 3/4 മണിക്കൂർ നടന്നാൽ ഒരമ്പലം കാണും. 3/4 മണിക്കൂറോ? ഞാനില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കാൻ പോവുകയാണ്. എനിക്ക് 1 മിനിറ്റ് പോലും ഇനി നടക്കാൻ വയ്യ, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. നിങ്ങൾ വന്ന വഴിയിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നല്ലോ, വൃദ്ധൻ ചോദിച്ചു. അവിടുത്തെ അധികാരികൾ അനുവാദം തന്നില്ല, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യ്, നിങ്ങൾ എൻ്റെ കൂടെ വാ. ഞാനും അവിടുത്തെ ഒരു അധികാരിയാണ്. ഇനിയും തിരിച്ചങ്ങോട്ട് നടക്കാനോ? എനിക്ക് വയ്യ, വീണ്ടും അയാൾ പറഞ്ഞു. വൃദ്ധൻ്റെ കയ്യിൽ ഒരു കൂജയുണ്ടായിരുന്നു. ആ കൂജ കാണിച്ചിട്ട് വൃദ്ധൻ പറഞ്ഞു, ഇത് ആ അമ്പലത്തിലെ തീർത്ഥമാണ്. കുടിക്കാൻ പറഞ്ഞ് വൃദ്ധൻ എല്ലാവർക്കും കൈക്കുമ്പിളിൽ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ കുറച്ച് വിശ്രമിച്ചോളൂ, എന്നിട്ട് നടക്കാം, വൃദ്ധൻ പറഞ്ഞു. വെള്ളം കുടിച്ചപ്പോൾ ഞങ്ങളുടെ ക്ഷീണം മാറി, നമുക്ക് പോവാം, അവർ വൃദ്ധനോട് പറഞ്ഞു. അവർ വേഗം അമ്പലത്തിലെത്തി. ഇനി നിങ്ങൾ കിടന്നോളൂ, ഞാനിവിടെ കാവലിരിക്കാം. ആ വെള്ളം ഏതമ്പലത്തിലെയാ? എന്തായാലും അത് കുടിച്ചപ്പോൾ ക്ഷീണം മുഴുവൻ മാറി. ഒരടി നടക്കാൻ വയ്യാതെ ഞങ്ങളെല്ലാവരും ക്ഷീണിതരായിരുന്നു. അത് ഈ അമ്പലത്തിലെ തന്നെയാ, വൃദ്ധൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ കിടന്നോളൂ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. ക്ഷീണം കൊണ്ട് ഇവർക്ക് കിടന്നതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. കാലത്ത് 3 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ വൃദ്ധൻ അവിടെ തന്നെ ഇരിക്കുന്നു. നിങ്ങൾ പോയി കുളിച്ചിട്ട് വരൂ, നിങ്ങളുടെ കെട്ടൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവരെല്ലാവരും പോയി കുളിച്ചു വന്നു. ഇവർ ഡ്രസ്സെല്ലാം ശരിയാക്കി കെട്ട് തലയിലെടുത്ത് വെച്ച് യാത്ര പറയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വൃദ്ധനെ കാണാനില്ല.
അവർ അവിടെയൊക്കെ അന്വേഷിച്ചെങ്കിലും എങ്ങും കണ്ടില്ല. ഇത്രയും ഉപകാരം ചെയ്തു തന്നിട്ട് ഒന്ന് യാത്ര പറയാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമത്തോടെ അവർ യാത്രയായി. പിന്നെ 2 ദിവസം കൂടി നടന്ന് അവർ പമ്പയിലെത്തി. പമ്പയിൽ നിന്ന് കാലിലും കയ്യിലും ചങ്ങലയിട്ട് അയ്യപ്പനെ കാണാൻ വരാൻ എന്ന് പറഞ്ഞ ആ ഭക്തൻ കയ്യിലും കാലിലും ചങ്ങലയിട്ട് നടക്കാൻ തുടങ്ങി. ശബരിമലയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയൊരു പ്രാർത്ഥന ആദ്യമായിരിക്കും. കുറേ ദൂരം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടന്നു. എന്നാൽ 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വല്ലാതെ പരവശനായിരുന്നു. ഓർക്കണം, ഈ സംഭവം 1970കളിലാണ്. ഇന്നത്തെ പോലെയല്ല. ശബരിമല അന്ന് വനനിബിഡമാണ്. ആനകളൊക്കെ യഥേഷ്ടം വിഹരിക്കുന്ന കാലം. ഒന്നോടാൻ പോലും സാധിക്കില്ല. ചങ്ങല തട്ടി കാലൊരഞ്ഞിട്ടുണ്ട്. നടക്കാൻ സാധിക്കുന്നില്ല. അവർ വഴിയിൽ പായ വിരിച്ച് കിടക്കാൻ തീരുമാനിച്ചു. ഇവർ കെട്ടെല്ലാം താഴെ വെച്ച് പായയിൽ ഇരിക്കാൻ തുടങ്ങുമ്പോഴതാ ആ അമ്പലത്തിൽ വെച്ച് കണ്ട വൃദ്ധൻ കെട്ടും താങ്ങി വരുന്നു. അദ്ദേഹം ഇവരെ കണ്ടതും ഇവരുടെ അടുത്തിരുന്നു. കൂടെ ആരുമില്ലേ എന്നവർ വൃദ്ധനോട് ചോദിച്ചു. ഇല്ല, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാ വരാറ്. എന്നാൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ, കൂട്ടത്തിലൊരാൾ പറഞ്ഞു. സന്തോഷം, വൃദ്ധൻ പറഞ്ഞു. വൃദ്ധൻ അവരുടെ കൂടെയിരുന്നു. എന്താ കാലിലും കയ്യിലുമൊക്കെ ചങ്ങല? വൃദ്ധൻ ചോദിച്ചു. അത് പ്രാർത്ഥനയാണ്, ഭക്തൻ പറഞ്ഞു. ഇത്രയും കടുത്ത പ്രാർത്ഥനയോ? കാല് പൊട്ടിയിട്ടുണ്ടല്ലോ. ആ, പൊട്ടിയിട്ടുണ്ട്. നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നതാണ്. എൻ്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്, പുരട്ടിത്തരട്ടെ? വൃദ്ധൻ ചോദിച്ചു. ഞാൻ പുരട്ടിക്കോളാം, തന്നാൽ മതി. വേണ്ട, ഞാൻ പുരട്ടിത്തരാം. എൻ്റെ കൈകൊണ്ട് പുരട്ടിയാൽ വേഗം ഉണക്കം കിട്ടാറുണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. വൃദ്ധൻ അയാളുടെ കാലിൽ മരുന്ന് പുരട്ടിക്കൊടുത്തു. അല്പനേരം ഒന്നുറങ്ങിക്കോളൂ, വൃദ്ധൻ പറഞ്ഞു. അല്പനേരം എല്ലാവരും ഒന്ന് മയങ്ങിപ്പോയി. എണീറ്റ് നോക്കിയപ്പോൾ വൃദ്ധനെ കാണുവാനില്ല. കാലിലെ മുറിവ് പാടേ ഉണങ്ങിയിരിക്കുന്നു. എല്ലാവർക്കും അത്ഭുതമായി. ഇത് അയ്യപ്പസ്വാമി തന്നെയോ എന്ന സംശയമായി. അതെ, ഞാൻ അയ്യപ്പസ്വാമി തന്നെ. ഇനി മുതൽ എന്നെ കാണാൻ ഇത്രയും ത്യാഗം ചെയ്ത് ആരും വരരുത്. എന്നിൽ വിശ്വാസമർപ്പിക്കുന്നവൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ആ അശരീരി കേട്ട ഭാഗത്തേക്ക് അയ്യപ്പാ എന്ന് വിളിച്ച് എല്ലാവരും തിരിഞ്ഞു നോക്കി. ഒരു മറിമായം പോലെ ചിലരെല്ലാം ആ വൃദ്ധനെ വായുവിൽ ഒരു മാത്ര കണ്ടു. പിന്നീട് ഒരു പ്രത്യേക ഊർജത്താലുള്ള അയ്യപ്പ വിളികളുമായി അവർ 18-ാം പടിക്ക് സമീപം എത്തിയതേ അറിഞ്ഞില്ല. ശബരിമലയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ഭക്തൻ ഇപ്രകാരം വരുന്നുണ്ടെന്ന വിവരം അറിഞ്ഞു. ആ ഭക്തന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ എല്ലാ ഭക്തന്മാരും സഹകരിക്കണമെന്ന് ശബരിമലയിൽ അനൗൺസ് ചെയ്യുകയായിരുന്നു. ആ ഭക്തനെയും കൂടെ വന്നവരെയും സുരക്ഷിതത്തോടെ അവിടത്തെ വോളണ്ടിയർമാർ 18-ാം പടി കയറ്റി വിട്ടു. സന്നിധാനത്തിലെത്തിയ ആ ഭക്തൻ അയ്യപ്പനെ സാഷ്ടാംഗം പ്രണമിച്ചു. അന്തരീക്ഷം ശരണം വിളികളാൽ മുഖരിതമാണ്. എങ്ങും ശരണം വിളി മാത്രം. സന്നിധാനത്തിലെത്തുന്ന ഏതൊരയ്യപ്പ ഭക്തനും അയ്യപ്പ ദർശനം കിട്ടുന്നതോടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പരമകോടിയിലെത്തുന്നു. സ്വാമി ശരണം.